വളരെ വ്യത്യസ്തമായിട്ടും വെറൈറ്റി ആയിട്ടും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകരയിലാണ് ഈ കാണുന്ന ഭംഗിയുള്ള വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്ന ഭംഗിയുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. കുഞ്ചാട്ടുകര എന്നാണ് എക്സാക്ട് ആയിട്ട് സ്ഥലത്തിന്റെ പേര് വരുന്നത്. ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും 300 മീറ്റർ മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഇടപ്പള്ളിയിലേക്കും ഒക്കെ 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ആലുവ മെട്രോ സ്റ്റേഷനിലേക്കാണെങ്കിൽ 8.6 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 7 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് വളരെ ഈസിയാണ്. വെറും 14 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അത്യാവശ്യം നല്ല ലാൻഡ് അളവുണ്ട്. 5 സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുണ്ട്. ഏകദേശം സെമി ഫർണിഷ്ഡ് ആണെന്ന് തന്നെ പറയാം. ബെഡ്റൂമുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടും വെറൈറ്റി ആയിട്ടുമാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മതിൽ ഗേറ്റിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. മെയിൻ ആയിട്ട് നമുക്ക് മതിൽ എന്ന് പറയുന്നതിന്റെ ഗേറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. മിഡിൽ പോർഷനിലൂടെ നമുക്ക് വീടിനകത്തേക്ക് നടന്നു കയറാനുള്ള സ്പേസ് ഉണ്ട്. ആ 2 പില്ലറുകളിൽ നോക്കിയാൽ ഭംഗിയുള്ള 2 ലാമ്പ് വെച്ചിട്ടുണ്ട്. 2 സൈഡിലായിട്ടാണ് നമുക്ക് ഗേറ്റ് വരുന്നത്. 2 സൈഡിലൂടെയും ഓരോ വാഹനങ്ങൾ വീതം കയറ്റാം. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് 2 സൈഡിലുള്ള ഗേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും കംപ്ലീറ്റ് ആയിട്ട് റൈറ്റിലേക്കും മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ എടുത്തു പറയേണ്ടതാണ്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള പില്ലറുകൾ തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെയിന്റിംഗ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡിസൈനുകൾ വീട്ടിൽ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻ ഫിറ്റിംഗ് എല്ലാം കൊടുത്ത് വളരെ വെറൈറ്റി ആയിട്ടും ഭംഗിയായിട്ടുമാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോബിൾ സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നോക്കാം. നമ്മുടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കിട്ടുന്നത്. ചെടികളൊക്കെ ഭംഗിയായിട്ട് വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അകത്തുള്ള നമ്മുടെ കോമ്പൗണ്ട് വാളിലും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. വീട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ വലിയ പില്ലറുകൾ കൂടാതെ വോളിലൊക്കെ വിൻഡോസിന്റെ അടുത്തൊക്കെ നോക്കിയാൽ ചെറിയ പില്ലറിന്റെ ഡിസൈനുകളാണ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെയും കോബിൾ സ്റ്റോൺസ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് നമുക്ക് കിണറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. കിണറിന്റെ ചുറ്റിനും നല്ല സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ട് ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് മെറ്റൽ സ്ട്രിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഈ ഒരു സ്പേസ് നമ്മുടെ കിച്ചണിന്റെ ബാക്ക് സൈഡ് ആണ്. ഫ്ലോറിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൂഫ് കവർ ചെയ്താൽ ഇത് വർക്ക് ഏരിയ ആയിട്ട് കൂടി എടുക്കാവുന്നതാണ്. വീടിന്റെ റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും കോബിൾ സ്റ്റോൺസ് ആണ്. ഇവിടെയും നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് ഏരിയ വരുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. നമ്മുടെ 2 കാറുകൾക്കും 2 വീലറുകൾക്കും ഒക്കെ വയ്ക്കാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൊറോക്കൻ ടൈലാണ് ഫ്ലോറിൽ വരുന്നത്. അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് പില്ലറുകളുടെ ഡിസൈൻ ആണ് വോളിൽ വരുന്നത്. ഭംഗിയായിട്ട് 2 പ്ലാന്റ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നമുക്കൊരു 4 ചെയറുകളൊക്കെ ഇടാനുള്ള നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു ഫാൻ ഫിറ്റിങ്ങും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. ഡോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആണ്, കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഡോറിന്റെ ഡിസൈനിലൊക്കെ വളരെയധികം വ്യത്യസ്തത പുലർത്തിക്കൊണ്ട് തന്നെ 2 പീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന ലിവിംഗ് സ്പേസിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ തന്നെ ആദ്യം നോക്കിക്കോളൂ. നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് തുടങ്ങി നമ്മളുടെ കിച്ചന്റെ ആ ഒരു പോർഷൻ വരെ നമുക്ക് ഇതേപോലെ മൊറോക്കൻ ഡിസൈനിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ടൈലുകൾ നോക്കുവാണെങ്കിൽ നമ്മൾ അധികം ഒന്നും കാണാത്ത ഭംഗിയായ ഡിസൈൻ ആണ്. വൈറ്റ് ബ്ലാക്ക് ഗോൾഡൻ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലിവിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ 14.5 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. ഏറ്റവും മുകളിൽ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. വിൻഡോസ് നിങ്ങൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്.
താഴെയുള്ള വിൻഡോസിന് പാരലൽ ആയിട്ട് തന്നെ മുകളിലും വരുന്നുണ്ട്. ഫുൾ കവർ ചെയ്യുന്ന ഒരു കേർട്ടൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു നേരെ കയറി വരുമ്പോഴുള്ള ഒരു വോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ആ ഒരു വോൾ അല്ലാതെ കുറച്ച് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള വോള് ചെയ്തിരിക്കുന്നത്. അവിടെയും നമുക്ക് ഷോ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. റൂഫിന്റെ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല കളർ കോമ്പിനേഷനിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, നല്ല ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിന്റെ എൻട്രൻസ് ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഭംഗിയായിട്ടാണ് ഒരു ക്ലോക്ക് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് ഒക്കെ നല്ല ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിലൊക്കെ നോക്കുവാണെങ്കിൽ വുഡ് ആണ് ഇട്ടിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടും ഭംഗിയായിട്ടുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഡൈനിങ് സ്പേസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കിട്ടുന്നത്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗം കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് വാഷ് ഏരിയ ആയിട്ട് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്. വാഷ് ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഒരു ബ്ലാക്ക് കളറിലെ സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. വാർമോറിയുടെയാണ് വെച്ചിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടൊരു പ്ലാന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഏറ്റവും ടോപ്പിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു വോൾ നിങ്ങൾ നോക്കിയാൽ ഒരു വലിയൊരു ക്ലോക്ക് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫിക്സഡ് ഗ്ലാസ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഡോർ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ബാക്കിയുള്ള ഏരിയകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഗ്ലാസ് ഇട്ടിട്ട് ഡബിൾ സേഫ്റ്റിക്ക് ആയിട്ട് അതിനകത്തൂടെ അയൺ പില്ലറുകളാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു വോൾ മൗണ്ടിങ് ഫാനും കിട്ടുന്നുണ്ട്. നമുക്ക് കിച്ചൺ ഒന്ന് നോക്കാം. വളരെ വലിയ എൻട്രൻസ് ആണ് കിച്ചണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഒരുപാട് ഹാങ്ങിങ് ഫ്ലവേഴ്സ് വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് LED സ്ട്രിപ്പുകളും ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് രണ്ട് കൗണ്ടർ ടോപ്പ് പോർഷനുകൾ കിട്ടുന്ന വീടുകൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് വളരെ കുറവാണ്. സാധാരണ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പ് ആണ് കിട്ടാറുള്ളത്. ഇവിടെ നമുക്ക് എൻട്രൻസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇതുപോലെ വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. താഴെയൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് മൊറോക്കൻ ഡിസൈനിൽ സീബ്ര ക്രോസിംഗ് ലൈൻസ് ആണ് വരുന്നത്. ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ വളരെ സ്പേഷ്യസ് ആണ്. സറൗണ്ടിങ് ഏരിയാസിലെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ലൈൻസ് വരുന്ന ടൈപ്പ് ടൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വരുന്ന കംപ്ലീറ്റ് വിൻഡോസും ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. ഗ്രീൻ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ ആണ് കിച്ചൺ വരുന്നത്. കൗണ്ടർ ടോപ്പ് നമുക്ക് രണ്ട് പോർഷനിൽ കിട്ടുന്നുണ്ട്. വൈറ്റ് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. നമ്മളുടെ പല രീതിയിലുള്ള ഡിഷുകൾ ഉപയോഗിക്കുന്നത് പല ടൈപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ് ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കിയാലും ഇവിടെയും നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും അത് കൂടാതെ ഇതുപോലെ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടൊക്കെ ഒരുപാട് അറേഞ്ച്മെന്റ്സ് ആണ് ഈ ഒരു കിച്ചണിൽ കിട്ടുന്നത്. കിച്ചണിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. LED സ്ട്രിപ്പുകൾ ബൾബുകൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് ഓപ്പൺ സ്പേസ് ആണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വർക്ക് ഏരിയക്കുള്ള ഫ്ലോറിംഗ് എല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ താഴെ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. റൂമുകളിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 2 ഷെയ്ഡ് ഓഫ് കളറാണ് ഇവിടെ പെയിന്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സെപ്പറേഷൻ വരുന്നത് ഇതേപോലെയുള്ള വുഡൻ പാനലിംഗ് ചെയ്തിട്ടാണ്. സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വലിയ ഒരു കോട്ട് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഹെഡ് പോർഷനിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫോം ആണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോസ് കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻസ് ഇട്ടിട്ട് തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നമ്മുടെ ലിവിംഗിലും ഡൈനിങ്ങിലും ഒക്കെ മാച്ച് ആവുന്നതാണ്. പക്ഷെ കുറച്ചൊരു ഡിഫറെന്റ് ഉള്ള ഒരു ടൈൽ തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. പെയിന്റിങ്സ് വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് വരുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മിറർ കൂടി കിട്ടുന്നുണ്ട്.
അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയുടെയാണ്. സ്റ്റാൻഡേർഡ് ആയ കളറിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 10.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 10.5 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പെയിന്റിങ്സ് എല്ലാം സെപ്പറേഷൻ വരുന്നത് ആ ഒരു വുഡൻ ബീഡിങ് കൊടുത്തിട്ടാണ്. എല്ലായിടത്തും തന്നെ നമുക്ക് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ഡബിൾ കോട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ലൈറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനടിയിലുള്ള LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 വിൻഡോസ് ആണ് ആ ഒരു പോർഷനിൽ വരുന്നത്. അതുകൂടാതെ ഈ ഭാഗത്താണ് ബാക്കിയുള്ള വിൻഡോസ് എല്ലാം തന്നെ വരുന്നത്. ഭംഗിയായിട്ട് ഡിസൈനിലും കളറിലും ഒക്കെയാണ് കർട്ടൻ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബുകൾ വരുന്നത്. അതും റൂമിന്റെ കളറിന് മാച്ച് ആയിട്ടാണ് സ്ലൈഡിംഗ് മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് മിറർ കിട്ടുന്നുണ്ട്. റൂഫിലും നല്ല ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടൈലുകൾ തന്നെയാണ് കളർ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. വലിയ സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം രണ്ടെണ്ണവും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ലാൻഡിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലവർ പോട്ട്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കൂടാതെ തന്നെ ഡോറും വരുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഹാൻഡ് റൈൽസ് എല്ലാം തന്നെ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹാൻഡ് റൈൽസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഒരേ മോഡലിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ അതേ കോമ്പിനേഷൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടുത്തെയും ഈ ഒരു കാണുന്ന ഹാളിലെ വോള് നിങ്ങൾ നോക്കിക്കോളൂ. അതേ ഡിസൈൻ തന്നെ, താഴെ നമ്മൾ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും തന്നെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. സ്റ്റെപ്പ് കയറി ഈ ഒരു പോർഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നല്ല സ്പേസ് ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തൊരു കാര്യങ്ങൾ വാങ്ങിച്ചാലും അത് ഇടാനായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്പേസ് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ വലിയൊരു ഏരിയ തന്നെ ലെങ്തി ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷനിലൂടെ ഹാങ്ങിങ് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് നോക്കുവാണെങ്കിലും ഇവിടെ കാണുന്ന റൂഫൊക്കെ നോക്കിയാലും എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് വീടിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്കൊരു റൂം കിട്ടുന്നുണ്ട്. ഓണർ അത് ആക്ച്വലി ഒരു ഹോം തിയേറ്റർ റൂമിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള റൂമുകൾ പോലെ തന്നെയാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോം തിയേറ്റർ ഫെസിലിറ്റി നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയും നമുക്ക് ചെറിയ ഒരു വിൻഡോ കിട്ടുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ബ്ലൈൻഡ്സ് ആണ്, കർട്ടൻ ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിലും ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. ഇത് ടോട്ടലി നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 11 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും വളരെ സ്പേഷ്യസ് ആണ്. 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ബ്ലൈൻഡ്സും ഇവിടെ കർട്ടനുമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. റൂഫിലും ഭംഗിയുള്ള പെയിന്റിങ്സും അതുപോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ഏരിയ മാറിയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബും മിററും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു ഭംഗിയുള്ള ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സൗകര്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോസും അവിടെ കേർട്ടൻസും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോർമലി നമ്മൾ എല്ലാ ബെഡ്റൂമിലെയും പോലെ തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിങ്ങുകളും കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് മാറിയിട്ടാണ്. നല്ല കളർ കോമ്പിനേഷനിലാണ്. അതിന്റെ കൂടെ മിറർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം മറ്റുള്ള ബാത്റൂമുകൾ പോലെ തന്നെ സ്പേഷ്യസ് ആണ്. ഇവിടെയും ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി നോക്കാം. ബാൽക്കണിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാൽക്കണിന്റെ ഡോർ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു വുഡൻ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊജക്ടിനകത്തുള്ള എല്ലാ വീടുകളും തന്നെ കാണാം. നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 30ഓളം വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായതാണ്.
നമ്മുടെ ഈ ഒരു 10-15 ഉള്ള ഒരു വീഡിയോയിൽ തീർക്കാവുന്നത്ര ഭംഗിയല്ല ഈ ഒരു വീടിനുള്ളത്. വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഈ വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1 അവറെങ്കിലും എടുത്ത് വീഡിയോ ചെയ്യേണ്ടി വരും. വളരെ ഷോർട്ട് ആയിട്ട് മാത്രമാണ് ഈ ഒരു വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീട് നേരിട്ട് തന്നെ വന്ന് വിസിറ്റ് ചെയ്ത് വാങ്ങാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആലുവ പൂക്കാട്ടുപടി റൂട്ടിൽ കുഞ്ചാട്ടുകര എന്നാണ് സ്ഥലത്തിന്റെ പേര് പറയുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്, മെയിൻ റോഡിന് വളരെ അടുത്താണ്. 5 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ഓഫ് ലാൻഡിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയ ഒരു വീട്ടിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എവിടെ നോക്കിയാലും റൂമുകൾ സ്പേഷ്യസ് ആണ്, കിച്ചൺ സ്പേഷ്യസ് ആണ്, ഡൈനിങ് ഏരിയ സ്പേഷ്യസ് ആണ്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,15,00,000 രൂപയാണ്. 1.15 CR എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും ഈ കാണുന്ന വീട് സ്വന്തമാക്കാവുന്നതാണ്. വീട് ഇഷ്ടപ്പെട്ടല്ലോ? വളരെ മനോഹരമായ ഡിസൈനിലുള്ള വീടുകൾ വരുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.